Exercise 8.1 7th question. If cot theta is equal to 7 by 8, evaluate 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta. First question and the second question is cot square theta. അപ്പോൾ ഇവിടെ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 7 by 8. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസിനെ കണ്ടുപിടിക്കുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റ, കോസ് തീറ്റ, കോട്ട് തീറ്റ. അപ്പൊ ഈ മൂന്ന് റേഷ്യോസും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സൈൻ തീറ്റ, കോസ് തീറ്റ ആ രണ്ട് റേഷ്യോസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിനർത്ഥം ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് എ. എ എന്നത് റൈറ്റ് ആംഗിൾ ആണ്. ആൻഡ് ബി എന്ന ആംഗിളിനെ നമ്മൾ തീറ്റയായി കൺസിഡർ ചെയ്യുന്നു. ബി എന്ന ആംഗിളിന്റെ മെഷർമെന്റിനെ തീറ്റയായി കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 7 by 8 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോട്ട് തീറ്റ എന്ന റേഷ്യോ അഡ്ജസന്റ് സൈഡിനെയും ഓപ്പോസിറ്റ് സൈഡിനെയും ചേർത്തുകൊണ്ടുള്ളതാണ്. അതായത് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള അഡ്ജസന്റ് സൈഡ് നമുക്ക് എഴുതാം വിച്ച് ഈസ് എ ബി ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ടു ദ ആംഗിൾ ബി ഈസ് എ സി. ദാറ്റ് മീൻസ് എ ബിയുടെ വാല്യൂ ആണ് 7 ആൻഡ് എ സിയുടെ വാല്യൂ 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സി എന്ന ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു യൂസിംഗ് ദ പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ വിച്ച് ഈസ് root 49 plus 64 which is equal to root of 113. അപ്പൊ ബി സിയുടെ ലെങ്ത് നമുക്ക് കിട്ടി റൂട്ട് 113. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൈൻ തീറ്റ ഒന്ന് കണ്ടുപിടിക്കാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് എ സി ഡിവൈഡഡ് ബൈ ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ട്രയാംഗിൾ ബി സി ഈസ് ഈക്വൽ ടു ബി സിയുടെ ലെങ്ത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം റൂട്ട് 113 ഈസ് ഈക്വൽ ടു എ സി ഈസ് 8 divided by BC root 113. അപ്പോ സൈൻ തീറ്റ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇവിടെയുള്ള കോസ് തീറ്റ എഴുതാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. which is equal to adjacent side AB divided by hypotenuse is BC is equal to AB is 7 divided by BC is root 113. അപ്പോ സൈൻ തീറ്റയും കോസ് തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ രണ്ട് വാല്യൂസിനെ ഉപയോഗിച്ച് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിനെ എവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 1 plus sin theta into 1 minus sin theta divided by 1 plus cos theta into 1 minus cos theta is equal to 1 plus sin theta യുടെ വാല്യൂ 8 by root 113 into 1 minus 8 by root 113 divided by 1 plus cos theta 1 plus cos theta 7 by root 113 into 1 minus 7 by root 113. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് 1 സ്ക്വയർ മൈനസ് 8 by root 113 the whole square divided by ഇതും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അതിനെ നമുക്ക് 1 സ്ക്വയർ മൈനസ് 7 by root 113 the whole square എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 1 ആണ് മൈനസ് ഇതിനെ സ്ക്വയർ ചെയ്തു കഴിഞ്ഞാൽ 8 സ്ക്വയർ 64 ഡിവൈഡഡ് ബൈ റൂട്ട് 113 സ്ക്വയർ 113 ആണ്. ഇനി ഇവിടെയുള്ള ഈ ഡിവിഷനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ 1 ആണ് മൈനസ് 7 സ്ക്വയർ 49 ഡിവൈഡഡ് ബൈ റൂട്ട് 113 സ്ക്വയർ 113 എന്ന് എഴുതാം. ഇതിനെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യുന്നു. 1 into 113 that means 113 upon 113 into 1 which is 113 minus 1 into 64 which is 64
divided by 1 into 113 113 ആണ് upon 113 into 1 which is 113 minus 1 into 49. Simplify ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. 113 minus 64 which is 49 divided by 113 divided by 113 minus 49 which is 64 divided by 113. ഇനി ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ്, റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 49 by 113 into 113 by 64. 113 113 cancel. Finally answer will be 49 by 64. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോട്ട് സ്ക്വയർ തീറ്റയാണ്. ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കോട്ട് തീറ്റയുടെ വാല്യൂ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/8 ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 49 by 64. കോട്ട് സ്ക്വയർ തീറ്റ ഈസ് 49 by 64. Eighth question, if 3 cot A is equal to 4, check whether 1 minus tan square A by 1 plus tan square A is equal to cos square A minus sin square A or not. അതായത് ഈ റിലേഷൻ ഇങ്ങനെ തന്നെ ആണോ എന്ന് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി 3 cot A is equal to 4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ടാനിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, കോസിന്റെ വാല്യൂ, സൈനിന്റെ വാല്യൂ, അത്രയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു വാല്യൂവിൽ നിന്ന് മറ്റുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ അറ്റ് ബി. എ എന്നത് ഒരു അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ ഇങ്ങനെയാണ്, 3 cot A is equal to 4. ഇതിൽ നിന്ന് നമുക്ക് cot A is equal to 4/3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കോട്ട് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. That means A എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് എ ബി. അവിടെ എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് എഴുതാം. ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് ബി സി ഈസ് ഈക്വൽ ടു 3. അപ്പോ ഈ സൈഡ് 4 ആണ്, ഇത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ യൂസിംഗ് പൈതഗോറസ് തിയറം എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ഹൈപ്പട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ റൂട്ട് ഓഫ് എ ബിയുടെ സ്ക്വയർ പ്ലസ് ബി സിയുടെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി ഈസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ is equal to root of 16 plus 9 which is equal to root 25. That means AC is equal to 5. അപ്പൊ AC യുടെ ലെങ്ത് അല്ലെങ്കിൽ ഹൈപ്പട്ടന്യൂസ് നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം. ആദ്യം ടാൻ എഴുതാം. ടാൻ A is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Opposite side of angle A is BC divided by adjacent side is AB which is equal to BC is 3 and AB is 4. അടുത്തത് cos A കണ്ടുപിടിക്കാം. cos A is equal to adjacent side divided by hypotenuse of the triangle is equal to adjacent side is AB divided by hypotenuse is AC. That means AB 4 divided by 5. Cos A യുടെ വാല്യൂ 4/5. നെക്സ്റ്റ് വാല്യൂ സൈൻ എ കണ്ടുപിടിക്കാം. സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ എ സി ഈസ് ഈക്വൽ ടു 3/5. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാല്യൂസും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇനി ആ വാല്യൂ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ is equal to 1 minus ടാനിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 3/4. That means 3/4 the whole square divided by 1 plus 3/4 the whole square which is equal to 1 minus 3 യുടെ സ്ക്വയർ 9 by 4 ന്റെ സ്ക്വയർ 16 divided by 1 plus 9/16. ഇതിനെ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 1 കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 1. 16 into 1 which is 16 upon 16 into 1 16 minus 1 into 9 which is 9 divided by 16 into 1 which is 16 upon 16 into 1 which is 16 plus 1 into 9 which is 9. 16 minus 9 which is 7/16 divided by 16 plus 9 which is 25/16. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 17/16 into 16/25. 16 ക്യാൻസൽ, ലെഫ്റ്റ് വിത്ത് 7/25. ദാറ്റ് മീൻസ് ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ആണ് 7/25.
ഇനി നമുക്ക് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ കണ്ടുപിടിക്കാം. റൈറ്റ് സൈഡ് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് എയുടെ വാല്യൂ 4/5 ആണ്. ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ, സൈനിന്റെ വാല്യൂ 3/5. ദാറ്റ് മീൻസ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16/25 മൈനസ് 9/25 ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണ്, സെയിം ആണ്. അപ്പൊ 25 അപ്പോൺ 16 മൈനസ് 9 വിച്ച് ഈസ് 7/25. അപ്പോ ഇവിടെ കിട്ടിയ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ തന്നെയാണ് 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എയുടെ വാല്യൂ. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. therefore 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ a is equal to cos square a minus sin square a.